ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിലൊരു ബീറ്റ്റൂട്ട് ഫ്രൈ ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 2 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ ഈ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കൂടി ഇട്ട് കൊടുക്കാമേ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ച ഫ്ലേവർ അങ്ങ് മാറാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിരുന്ന ബീറ്റ്റൂട്ട് അതും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാമേ. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് വെന്തിട്ടില്ല കേട്ടോ, അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാമേ. ഇത് വെന്തിട്ടില്ല, കാരണം ഞാൻ ഇതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് വേവാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഒന്നുകൂടെ ഒന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുവാണ്. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു മാനിടുന്നുണ്ട്. ഗരം മസാല പൊടിച്ചത്. ഇനി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക, ഈ പൊടികളുടെയൊക്കെ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ. ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഈ തേങ്ങയുടെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാമേ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഫ്രൈക്ക്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.
എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.